ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതായി ആക്ഷേപം. തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ. അവഗണനയിൽ നിന്നും മോചനമില്ലാതെ ചേറ്റുവ പാലം. പാലത്തിലെ കുഴികൾ മൂലം വാഹനാപകടങ്ങൾ തുടർക്കഥ. അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. അടിപ്പാത നിർമ്മാണം ഇഴയുന്നു. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സർവീസ് റോഡിലെ കുഴികൾ നികത്താത്തതിനെതിരെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രഖ്യാപനം. മത്സ്യബന്ധനത്തിനിടെ മുനയ്ക്കക്കടവ് വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി നെച്ചിപ്പറമ്പിൽ അൻസിലാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ അഴീക്കോട് അഴിമുഖത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അഴീക്കോട് ഫിഷറീസ് മെറൈൻ റെസ്ക്യൂ ബോട്ടും അഴീക്കോട് തീരദേശ പോലീസും 2 ബോട്ടുകളിലായി സംയുക്ത പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ടാണ് മുനയ്ക്കക്കടവ് അഴിയിൽ മഹാസേന വള്ളത്തിന്റെ കാരിയർ വള്ളം ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞത്. 3 തൊഴിലാളികളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. അടുത്തിടെയാണ് അൻസിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയത്. ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെ അളവ് സാധാരണ നിലയിലാണെങ്കിലും തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നാട്ടുകാർ ആശങ്കയിൽ. എപ്പോൾ വേണമെങ്കിലും ഡാമുകൾ തുറക്കുമെന്ന ആശങ്കയിലാണ് ജനം. ചാലക്കുടിപ്പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാമുകളും ജലസേചന സംഭരണികളും ഏതാണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മഴ ഇനിയും തുടർന്നാൽ ഡാമുകൾ തുറക്കേണ്ടി വരും. ഇത് പുഴ കടന്നു പോകുന്ന പ്രദേശങ്ങൾക്ക് ഭീഷണിയാണ്. പൊരിങ്ങൽകുത്ത് ഡാമിൽ ഇപ്പോൾ 420 മീറ്ററിലധികം വെള്ളമുണ്ട്. 424 മീറ്ററാണ് സംഭരണശേഷി. ഷോളയാർ ഡാമിലാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ജലനിരപ്പ് 74%. 3290 അടി സംഭരണശേഷിയുള്ള തമിഴ്നാട് ഷോളയാർ ഡാമിലാകട്ടെ 99% വെള്ളമുണ്ട്. ഇതൊക്കെയാണ് ചാലക്കുടിപ്പുഴയുടെ മുകളിൽ ഭീഷണിയായി നിലനിൽക്കുന്നത്. ഇതിനു പുറമെയാണ് പറമ്പിക്കുളം ജലസേചന പദ്ധതിയിലെ വെള്ളത്തിന്റെ അളവ്. 1825 അടി സംഭരണശേഷിയുള്ള പറമ്പിക്കുളത്ത് ഇപ്പോൾ 93% വെള്ളമുണ്ട്. ശക്തമായി മഴ തുടർന്നാൽ ഇവയിൽ പല ഡാമുകളും തുറന്നുവിടും. വെള്ളപ്പൊക്കമുണ്ടായ കഴിഞ്ഞ ജൂൺ അവസാന ആഴ്ചയിൽ പൊരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ മാത്രമേ തുറന്നിരുന്നുള്ളൂ. അന്ന് മറ്റു ഡാമുകളിലെല്ലാം ജലവിധാനം പകുതിയിൽ താഴെയായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം അതല്ല. ഇതാണ് നാട്ടുകാരെയും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകരെയും അലട്ടുന്നത്. TCV ചാലക്കുടി. കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖം ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 2 വർഷം. ജൂലൈ 18 കരിമേഘങ്ങൾ നിഴൽ വീഴ്ത്തിയ മഴ ദിനത്തിൽ ഇടിമിന്നൽ പോലെ ആ വാർത്തയെത്തി. ഉമ്മൻചാണ്ടി വിട പറഞ്ഞു. പിന്നാലെ ഇടിച്ചുകുത്തി പെയ്യാൻ തുടങ്ങി കാലവർഷം. ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചുപോയ ശൂന്യത കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കോൺഗ്രസിൽ കാറും കോളും ഉയരുമ്പോൾ, UDF ഒന്നുലയുമ്പോൾ ആ കപ്പിത്താനെ എല്ലാവരും ഓർക്കും. എപ്പോഴും ഊർജം പ്രസരിപ്പിക്കുന്ന പവർ ഹൗസ് എന്ന വിശേഷണം ഉമ്മൻചാണ്ടിക്ക് പണ്ടേ ചാർത്തി കിട്ടിയതാണ്. ആളും ആരവവുമാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന് എന്നും അകമ്പടി സേവിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി എന്ന പേര് പോലെ സമാനതകളില്ലാത്തതാണ് ആ ജീവിതവും. ഉമ്മൻചാണ്ടി ജനിച്ചത് തന്നെ രാഷ്ട്രീയക്കാരനാകാനാണ്. എഞ്ചിനീയർ ആകണമെന്ന മോഹം ഉള്ളിലെവിടെയോ ചെറുപ്പത്തിലുണ്ടായിരുന്നു. എന്നാൽ ജനമനസ്സുകളുടെ സ്നേഹവാത്സല്യങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടത് കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നേതാവായിരുന്നു. കുടുംബവധ സ്കൂളിൽ KSUവിന്റെ സമരത്തിനിറങ്ങി കാലുമുറിഞ്ഞ് ചോരയൊലിപ്പിച്ച് തുടങ്ങിയതാണ് രാഷ്ട്രീയ ജീവിതം.
വിവാദങ്ങളുടെ കൊടുങ്കാറ്റ് ഉയരുമ്പോഴും അലസമായി പാറി നടക്കുന്ന തന്റെ മുടിയിഴകൾ പോലെ അതിന്റെ പാട്ടിന് വിട്ട് അതിവേഗം ബഹുദൂരം നടന്നു നീങ്ങുന്നതാണ് ഉമ്മൻചാണ്ടി ശൈലി. നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും സാമ്പ്രദായിക രീതികളിൽ നിന്ന് വഴിമാറി നടന്നു എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മുൻഗാമികൾ വെട്ടിത്തെളിച്ച പാതകളിലൂടെയുള്ള സുഗമയാത്ര അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും വാർപ്പു മാതൃകകൾ ജീവിതത്തിൽ പകർത്തിയിട്ടുമില്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ അനുകരിക്കാമെന്ന് മാത്രം. കേരളം ഉമ്മൻചാണ്ടിയെ ഒരേ രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കക്ഷത്തിലും കയ്യിലും എപ്പോഴും നിവേദനങ്ങളും ഫയലുകളും, പിന്നെ ഒരു പേന, ചെവിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഫോൺ. ഈ ദൃശ്യം മലയാളിക്ക് ഏറെ സുപരിചിതം. തന്റെ കയ്യിലുള്ള ഓരോ തുണ്ടുകടലാസിലും ഒരു ജീവിതമുണ്ടെന്ന് ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയലുകളിൽ തീരുമാനമെടുക്കാൻ ഒരിക്കലും അദ്ദേഹം വൈകിച്ചിരുന്നില്ല. പുലരുവോളം ഫയലുകൾ നോക്കി തീരുമാനമെടുക്കുമ്പോൾ അകലെ എവിടെയോ പുതിയൊരു ജീവിതത്തിന്റെ പുലരി വെളിച്ചം ഉദിച്ചിട്ടുണ്ടാകും. ഇനി കലണ്ടർ താളുകൾ എത്ര മറിഞ്ഞാലും ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന് ജനഹൃദയങ്ങളിൽ മരണമില്ല. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതായി ആക്ഷേപം. ഓൺലൈൻ തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ക്ഷേത്ര ദർശനം, വഴിപാട് എന്നിവ നിർവഹിക്കാൻ ഏജൻസിയെയോ വാട്സ്ആപ്പ് കൂട്ടായ്മയെയോ ദേവസ്വം ചുമതലപ്പെടുത്തിയിട്ടില്ല. ഭക്തർ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. തട്ടിപ്പുകാർക്കെതിരെ പരാതി നൽകാൻ മടിക്കരുതെന്നും ചെയർമാൻ പറഞ്ഞു. ആരെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്തു തരാം, കളഭം ഞങ്ങൾ ഷീട്ടാക്കി തരാം, ഇങ്ങനെയൊക്കെ പലതരത്തിലും നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഗുരുവായൂർ ദേവസ്വം അറിഞ്ഞുകൊണ്ട് ഉള്ളതല്ല. ഇങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവരത് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇതിലൊന്നും ഭക്തജനങ്ങൾ വീണുപോകരുത് എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിന് പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. അവഗണനയിൽ നിന്നും മോചനമില്ലാതെ ചേറ്റുവ പാലം. പാലത്തിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ചെറുതും വലുതുമായി 20-ൽ പരം കുഴികളാണ് ചേറ്റുവ പാലത്തിലുള്ളത്. ഇരുഭാഗത്തെയും വലിയ കുഴികളാണ് യാത്രക്കാരെ പാലത്തിലേക്ക് സ്വീകരിക്കുന്നത്. ഈ ഭാഗത്ത് ഇരുമ്പ് കമ്പികൾ തെളിഞ്ഞ നിലയിലുമാണ്. ബൈക്ക് ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ കുഴി കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതും വാഹനം വെട്ടിച്ചു മാറ്റുന്നതും വലിയ അപകടങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയും ഏറെയാണ്. അശാസ്ത്രീയമായ കുഴിയടക്കലാണ് പാലത്തിൽ വീണ്ടും വീണ്ടും കുഴികൾ രൂപപ്പെടാൻ കാരണമെന്നാണ് പ്രധാന ആരോപണം. പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടും പാലത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടിട്ടും ദേശീയപാത അധികൃതരുടെ നിസ്സംഗത തുടരുകയാണ്. പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നും വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി മാറിയ ദേശീയപാതയിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. പാലത്തിനോടുള്ള അവഗണന ഇനിയും തുടർന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സാമൂഹിക പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ. TCV തൃശൂർ. അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാവുന്നു. ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ മറ്റ് അനുവദനീയ മാർഗങ്ങളിലൂടെയോ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും അധികാരം നൽകിയെങ്കിലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്നാണ് പരാതി. കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടർമാരുടെ പാനലുണ്ട്. ഈ പാനലിൽ ഉള്ളവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഷൂട്ടർമാർക്ക് ഓരോ കാട്ടുപന്നിക്കും 1500 രൂപ വീതം ലഭിക്കും. ജഡം മറവ് ചെയ്യാൻ 2000 രൂപ വരെ ചിലവഴിക്കാം. ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം രൂപ വരെ ചിലവഴിക്കാനാണ് അനുമതി. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാവുകയാണ്. കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം ആക്രമണങ്ങളും ഏറിയതോടെ ജനങ്ങൾ ഭീതിയിലാണ്. TCV തൃശൂർ. അടിപ്പാത നിർമ്മാണം ഇഴയുന്നു. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. കുരുക്ക് രൂക്ഷമായിട്ടും സർവീസ് റോഡിലെ കുഴികൾ നികത്താത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. അടിപ്പാതയുടെ ഇരുഭാഗത്തുമുള്ള റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഇരുചക്ര വാഹനയാത്രക്കാരാണ് ഏറെയും കുഴികളിൽ തെന്നി വീഴുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണവും ഏറ്റെടുത്ത് നടത്തുന്നത് ഒരേ കമ്പനിയാണ്. എല്ലായിടത്തും അടിപ്പാതയുടെ പണികൾ പാതി വഴിയിലായതോടെ ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. അമിത ടോൾ നൽകി മണിക്കൂറുകൾ കാത്തുകിടന്നാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ
ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നിട്ടും യാതൊരുവിധ കൂസലുമില്ലാതെ ദേശീയപാത അതോറിറ്റി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ തയ്യാറായില്ല. ആമ്പല്ലൂരിലെ കുഴികൾ മൂലം വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി കുഴികളിൽ മണ്ണിട്ട് നികത്തുന്ന പ്രഹസനമാണ് ആമ്പല്ലൂരിൽ നടക്കുന്നത്. മഴ പെയ്താൽ ചെളിക്കുളമായി മാറുന്ന റോഡിലൂടെയാണ് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. മാസങ്ങളായി തുടരുന്ന ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താൻ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. TC വിനോസ്, പുതുക്കാട്. ചാവക്കാട് തിരുവത്ര ജീലാനിയിൽ തെരുവ് നായ ആക്രമണം. 2 ആടുകളെ കൂട് പൊളിച്ച് കടിച്ചുകൊന്നു. ജീലാനി കറുത്താറയിൽ കുഞ്ഞു മുഹമ്മദിന്റെ വീട്ടിലെ ആടിനെയാണ് ഇന്ന് പുലർച്ചെ കൊന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തു വന്നപ്പോഴാണ് ആടിനെ കടിച്ചുകൊന്നത് കണ്ടത്. പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന് കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു. പാവറട്ടി സെന്ററിന് സമീപം പൊതുമരാമത്ത് റോഡിലെ കാനയിലേക്ക് കാർ ചെരിഞ്ഞു. ഇന്ന് രാവിലെയാണ് അപകടം. തിരുനെല്ലൂർ സ്വദേശി തട്ടുപറമ്പിൽ ഹനീഫ ഓടിച്ചിരുന്ന കാറാണ് കാനയിലേക്ക് ചെരിഞ്ഞത്. പാവറട്ടി സെന്റർ വികസനത്തിന്റെ ഭാഗമായുള്ള കാന നിർമ്മാണത്തിലെ അപാകത മൂലം സെന്ററിലെ പൊതുമരാമത്ത് റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായി കോരിയ കാനയിലേക്കാണ് കാർ ചെരിഞ്ഞത്. കാനയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയ്ക്ക് അരികിൽ കാട്ടാന. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് കാട്ടാന പുതുവടി ADS ഭവന് സമീപം എത്തിയത്. വീടുകൾക്ക് സമീപം എത്തിയ കാട്ടാന പനയും മറ്റും മറിച്ചിട്ട് നാശനഷ്ടങ്ങൾ വരുത്തിയാണ് മടങ്ങിയത്. കറുത്തുടി വീട്ടിൽ സോമസുന്ദരൻ, കോടങ്ങാട്ടിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കൂന്നാംതൊടി അലി, കുളത്തിങ്കൽ പീടികയിൽ ഷാഹിദ, പുതുവീട്ടിൽ ഹംസ, പുറത്തു ഫ്രാൻസിസ്, പൂത്തികത്തൊടി നാസർ എന്നിവരുടെ വീടിന് സമീപമാണ് കാട്ടാന എത്തിയത്. ജനവാസ മേഖലയിൽ കാട്ടാനാക്രമണം പതിവായതോടെ ജനങ്ങൾ ഭീതിയിലാണ്. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് മച്ചാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കൊല്ലം തേവലക്കര സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ. മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനും മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. മാനേജ്മെന്റ് നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ സർക്കാർ നേരിട്ട് ഇടപെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും നിർദ്ദേശമുണ്ട്. അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ സർക്കാർ നൽകും. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കും. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വഴി മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂൾ കെട്ടിടങ്ങളിലും വീണ്ടും ഫിറ്റ്നസ് പരിശോധന നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. ഇത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകും. കുന്നംകുളം തെക്കേപ്പുറം സ്വദേശിനിയായ യുവതി പ്രസവത്തെ തുടർന്ന് മരിച്ചു. തെക്കേപ്പുറത്ത് പറവളപ്പിൽ സിനീഷ് ഭാര്യ 28 വയസ്സുള്ള ബിമിതയാണ് മരിച്ചത്. കുന്നംകുളം സർക്കാർ ആശുപത്രിയിൽ ഇന്നലെ രാവിലെയാണ് ബിമിത പ്രസവിച്ചത്. ഇതിനിടെ രക്തസമ്മർദ്ദം കൂടിയത് നിയന്ത്രണ വിധേയമാക്കാനായില്ല. ഇതിനിടെ ഹൃദയസ്തംഭനവും ഉണ്ടായി. ഉടനെ ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വൈകിട്ട് മരണപ്പെടുകയായിരുന്നു. ഇവരുടെ 2ാമത്തെ പ്രസവമാണിത്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കാട്ടൂർ പഞ്ചായത്തിന് മുന്നിൽ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. സാമൂഹ്യ പ്രവർത്തക ആതിര തീക്ഷണ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി പ്രസിഡന്റ് അരുൺ വൻപറമ്പിൽ അധ്യക്ഷനായിരുന്നു. സമരസമിതി സെക്രട്ടറി മോളി പിയൂസ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ലോചനൻ അമ്പാട്ട്, AP വിൽസൺ, KP രാജൻ, അഷ്റഫ് പാലിയത്താഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കർക്കിടക സുകൃതം.
വ്രതാനുഷ്ഠാനങ്ങൾക്കും ചിട്ടകൾക്കും പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടകം. ഈ മാസത്തിൽ ഒഴിച്ചുകൂടാൻ ആവാത്ത ഒന്നാണ് ദശപുഷ്പങ്ങൾ. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്നതും നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും പ്രാധാന്യമുള്ളതുമായ ദശപുഷ്പങ്ങളെ മംഗളകരമായി കണക്കാക്കുന്നു. ആയതിനാൽ തന്നെ ഹൈന്ദവ പൂജകൾക്കും സ്ത്രീകൾ തലയിൽ ചൂടുന്നതിനും ഉപയോഗിക്കുന്നു. ഔഷധമായി ഉപയോഗിക്കുന്ന 10 കേരളീയ നാട്ടുചെടികളെയാണ് ദശപുഷ്പങ്ങൾ എന്ന് വിളിക്കുന്നത്. പുഷ്പങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ ഇലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. വിഷ്ണുക്രാന്തി, കറുക, മുയൽച്ചെവിയൻ, തിരുതാളി, ചെറുള, നീലപ്പന, കയ്യോന്നി, പൂവാങ്കുരുനില, മുക്കുറ്റി, ഉഴിഞ്ഞ എന്നിവയാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. ദശപുഷ്പങ്ങളിലെ ഓരോ പൂവിനും ഓരോ പ്രത്യേകതയാണുള്ളത്. സാധ്യമെങ്കിൽ കർക്കിടകത്തിൽ ഉടനീളം ദശപുഷ്പം ചൂടുന്നതും നന്ന്. നിത്യേന വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കകത്ത് പുഷ്പമായി ദശപുഷ്പം വെക്കുന്നതും സർവ്വദേവതാ പ്രീതിക്ക് ഉത്തമമാണ്. ഇവയുടെ പേരുകൾക്ക് വ്യത്യസ്തത ഉണ്ടെങ്കിലും ചികിത്സാ പ്രാധാന്യമുള്ളവയാണെല്ലാം. മുയൽ ചെവിയൻ ഇടിച്ചു പിഴിഞ്ഞ നീര് ചേർത്ത് എണ്ണ കാച്ചിയത് കൂടെയുള്ള തൊണ്ടവേദന, നീരിറക്കം മുതലായവയ്ക്ക് തലയിൽ തേക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. കയ്യോന്നി പ്രധാന ചേരുവയായി തയ്യാറാക്കുന്ന എണ്ണകൾ കേശ സംരക്ഷണത്തിനും അകാലനര തടയുന്നതിനും ഫലപ്രദമാണ്. വന്ധ്യതാ ചികിത്സയിലും ഗർഭം അലസുന്നത് തടയുന്നതിനും പ്രയോഗിക്കുന്ന മരുന്നാണ് തിരുതാളി. കറുകനീര് അമിത രക്തസ്രാവം നിയന്ത്രിക്കാൻ സഹായിക്കും. പൂവാങ്കുരുനിലയും ആയുർവേദ ചികിത്സയിൽ പ്രധാനമാണ്. ഇങ്ങനെ ആരോഗ്യ സംസ്കാരത്തിന്റെ പവിത്രമായ അടയാളങ്ങളാണ് ഓരോ ദശപുഷ്പവും. ന്യൂസ് ഡെസ്ക് TCV. പുള്ളു ടൂറിസം പദ്ധതി പ്രദേശത്തിന് സമീപം മനക്കൊടി വിളക്കുമാടം കോൾപ്പടവിലെ വെള്ളക്കെട്ടിലകപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തിയവരെ കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തട്ടുകടക്കാരായ സിദ്ധൻ, അയ്യപ്പൻ, ജയചന്ദ്രൻ, കുട്ടവഞ്ചി ഉടമ VR ഷാജി എന്നിവരെയാണ് ആദരിച്ചത്. ആദരിക്കൽ ചടങ്ങിൽ കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം, സുനിൽ ലാലൂർ, ജോഷി ആലപ്പാട്ട്, സിജോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനന്ദയ്ക്കും അമൃതയ്ക്കും സഹായവുമായി കടൽ കടന്ന് അവരെത്തി. സിംഗപ്പൂരിൽ താമസിക്കുന്ന VP മധു മേനോന്റെ മക്കളായ ധ്വനി മേനോൻ, ധ്രുവ് മേനോൻ എന്നിവരാണ് മുത്തച്ഛൻ വേണുഗോപാൽ മേനോന്റെ കൂടെ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് ധനസഹായവുമായി എത്തിയത്. എരുമപ്പെട്ടി തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന് സമീപം താമസിക്കുന്ന മേലൂട്ടയിൽ ഗിരീഷ് പ്രജിത ദമ്പതികളുടെ മക്കളാണ് അമൃതയും ശ്രീനന്ദയും. 18 വയസ്സുള്ള ശ്രീനന്ദ ജനനം മുതൽ സെറിബ്രൽ പാൾസി ബാധിച്ച് കിടപ്പിലാണ്. 18 വയസ്സുള്ള അമൃതയ്ക്ക് 8ൽ പഠിക്കുമ്പോഴാണ് അസുഖം തുടങ്ങിയത്. മാനസിക വിഭ്രാന്തികൾ പ്രകടിപ്പിക്കുന്ന അമൃതയ്ക്ക് ഓട്ടിസം ആണെന്നാണ് മെഡിക്കൽ പരിശോധനയിൽ കണ്ടെത്തിയത്. 2 പേരുടെയും ചികിത്സയ്ക്ക് ഓരോ മാസവും വലിയ തുകയാണ് ചിലവ് വരുന്നത്. നിർധന കുടുംബത്തിന്റെ നാഥനായ ഗിരീഷിനും മാനസിക ശാരീരിക പ്രയാസങ്ങളുണ്ട്. സ്ഥിരമായ ഒരു വരുമാനമില്ലാത്തതിൻ്റെ ഭാഗമായി അവർക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ അവസ്ഥ അറിഞ്ഞ് ഒരുപാട് പേര് ഇപ്പോൾ എന്നെ സഹായിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സ്നേഹ സഹായം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഭർത്താവിനെയും മക്കളെയും പരിചരിക്കേണ്ട സാഹചര്യമായതിനാൽ പ്രജിതയ്ക്കും ജോലി ചെയ്യാൻ കഴിയില്ല. ഇവരുടെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ തൃശൂർ പാടൂക്കാട് ചങ്കരത്ത് വീട്ടിൽ വേണുഗോപാൽ മേനോൻ സിംഗപ്പൂരിൽ താമസിക്കുന്ന മകൻ മധു മേനോനെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് മധു സ്മിത ദമ്പതികളുടെ ഇരട്ട മക്കളും +2 വിദ്യാർത്ഥികളുമായ ധ്വനിയും ധ്രുവും നാട്ടിലെത്തി മുത്തച്ഛനോടൊപ്പം സഹായവുമായി കുട്ടികളെ കാണാനെത്തിയത്. ഞങ്ങൾ ഫാമിലിയിൽ പാവപ്പെട്ടവരുടെ ആരോഗ്യ മേഖലയിലും പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായം ചെയ്യുക എന്നുള്ളൊരു ഇത് തുടങ്ങി വെച്ച് കുറച്ചു കാലമായി. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഫാമിലിയുടെ അവസ്ഥ ഞങ്ങൾ വാർത്തകളിലൂടെ കണ്ടു. വളരെ പ്രയാസം തോന്നി. ഇപ്പോൾ നമുക്ക് കഴിയാവുന്ന ഹെൽപ്പ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചെന്നൈ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടായിരുന്നു വേണുഗോപാൽ. മകൻ മധു മേനോൻ സിംഗപ്പൂരിലെ ചാർട്ടേഡ് ബാങ്കിൽ ഗ്ലോബൽ ഹെഡ് ഫിനാൻഷ്യൽ മാനേജറാണ്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കുടുംബം നടത്തി വരുന്നുണ്ട്.
ശ്രീനന്ദയെയും അമൃതയെയും സഹായിക്കാൻ സന്മനസ്സുള്ളവർക്ക് MC ഗിരീഷ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എരുമപ്പെട്ടി ബ്രാഞ്ച് 671637633913 എന്ന അക്കൗണ്ട് നമ്പറിലേക്കോ 9497247984 എന്ന GPay നമ്പറിലേക്കോ സഹായം എത്തിക്കാവുന്നതാണ്. TCV എരുമപ്പെട്ടി. തിരഞ്ഞെടുത്ത വന്ദേ ഭാരത് ട്രെയിനുകളിൽ തത്സമയ റിസർവേഷൻ ആരംഭിച്ച ദക്ഷിണ റെയിൽവേ. കേരളത്തിൽ ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം ട്രെയിനുകളിലാണ് ഈ സൗകര്യമുള്ളത്. സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിലെത്തുന്നതിന് 15 മിനിറ്റ് മുൻപ് വരെ കറന്റ് റിസർവേഷൻ ലഭ്യമാകും. നേരത്തെ ആദ്യ സ്റ്റേഷൻ വിട്ടുകഴിഞ്ഞാൽ ഇത് സാധ്യമായിരുന്നില്ല. സ്റ്റേഷൻ കൗണ്ടറിൽ നിന്നോ ഓൺലൈനായോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ദക്ഷിണ റെയിൽവേയുടെ 8 ട്രെയിനുകളിലാണ് പുതിയ ക്രമീകരണം. ചെന്നൈ നാഗർകോവിൽ ചെന്നൈ, കോയമ്പത്തൂർ ബംഗളൂരു, മംഗളൂരു മഡ്ഗാവ്, മധുര ബംഗളൂരു, ചെന്നൈ വിജയവാഡ ട്രെയിനുകളിലും പുതിയ ടിക്കറ്റ് റിസർവേഷൻ സൗകര്യം നിലവിൽ വന്നു. മാലിന്യ സംസ്കരണത്തിലെ ദേശീയ റാങ്കിങ്ങിൽ തിളങ്ങി തൃശൂർ ജില്ലയിലെ നഗരങ്ങൾ. ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗിൽ തൃശൂർ കോർപ്പറേഷന് കേരളത്തിൽ 2ാം സ്ഥാനം. ദേശീയ മാലിന്യ സംസ്കരണ ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷൺ 2024 ഫലം പ്രഖ്യാപിച്ചപ്പോഴാണ് ജില്ലയിലെ നഗരസഭകൾ ദേശീയ റാങ്കിങ്ങിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചത്. കഴിഞ്ഞ വർഷം 333 ആയിരുന്ന തൃശൂരിന്റെ റാങ്കിംഗ് 58 ഉയർന്നു. ബിഗ് സിറ്റി കാറ്റഗറിയിൽ കേരളത്തിൽ 2ാം സ്ഥാനം തൃശൂർ കോർപ്പറേഷൻ സ്വന്തമാക്കി. നഗരസഭകളിൽ ഗുരുവായൂർ 82, വടക്കാഞ്ചേരി 131, കൊടുങ്ങല്ലൂർ 134, കുന്നംകുളം 193, ചാലക്കുടി 245, ചാവക്കാട് 426, ഇരിങ്ങാലക്കുട 512 എന്നിങ്ങനെയാണ് ദേശീയ റാങ്കിംഗ്. വെളിയിട മലമൂത്ര വിസർജ്ജമുക്ത നഗരം പദവിയിൽ ഗുരുവായൂർ നഗരസഭ ODF++ പദവിയും, കുന്നംകുളം, ചാവക്കാട്, തൃശൂർ, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, വടക്കാഞ്ചേരി നഗരസഭകൾ ODF+ പദവിയും നേടി. ഇരിങ്ങാലക്കുട നഗരസഭ ODF പദവിയും സ്വന്തമാക്കി. ഗാർബേജ് ഫ്രീ സിറ്റി പദവിയിൽ ജില്ലയിലെ 8 നഗരസഭകളിൽ 5 എണ്ണവും 1 സ്റ്റാർ പദവി നേടി. കുന്നംകുളം, ഗുരുവായൂർ, തൃശൂർ, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി നഗരസഭകളാണ് ഈ പദവി നേടിയത്. സംസ്ഥാനത്ത് ആകെ 24 നഗരസഭകൾക്ക് ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചപ്പോൾ അതിൽ 5 എണ്ണവും തൃശൂർ ജില്ലയിൽ നിന്നുമാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകൾ സ്റ്റാർ റേറ്റിംഗ് കൈവരിക്കുന്ന ജില്ലയും തൃശൂരായി. കൂടാതെ സംസ്ഥാനത്ത് നിന്നും ആദ്യ 100 റാങ്ക് ലഭിച്ച 8 നഗരസഭകളിൽ 2 എണ്ണം തൃശൂർ ജില്ലയിൽ നിന്നുമാണെന്ന പ്രത്യേകതയുമുണ്ട്. TCV തൃശൂർ. തുഞ്ചത്തെഴുത്തച്ഛൻ സമാധി സ്മാരക ഫൗണ്ടേഷൻ നടത്തുന്ന 41 ദിവസത്തെ തുഞ്ചൻ കാവ്യാലാപന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി KA ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. രവി പോലുവളപ്പിൽ കവിയും ഗാനരചയിതാവുമായ C രാമചന്ദ്ര മേനോൻ, ജോൺസൺ കുന്നംപള്ളി, PG ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും നടത്തി. പൂമലയിൽ DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് മെമ്പർ KJ ജെറി അധ്യക്ഷത വഹിച്ചു. മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഇസഹാവ് മണത്തല അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ ദിനം ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം AICC മെമ്പർ അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷത വഹിച്ചു. കരുമത്ര കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷനായി. അഷ്ടമിച്ചിറയിൽ നടന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളി അധ്യക്ഷനായി.
കൂഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷനായി. പൊയ്യയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷനായി. INTUC വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ഓട്ടുപാറയിൽ DCC ജനറൽ സെക്രട്ടറി ഷാഹിദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. INTUC നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുസ്മരണം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു സി എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ അനുസ്മരണം നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം INTUC ഫിഷ് മാർക്കറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുസ്മരണം കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് സെക്രട്ടറി ജോഷി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് C ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് എളനാട് അധ്യക്ഷത വഹിച്ചു. കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി P സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി അധ്യക്ഷത വഹിച്ചു. ചായ്പങ്കുഴി പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CV ആന്റണി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുസ്മരണ യോഗം KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സുനിൽ ലാലൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് TCV. CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം PR രാമകൃഷ്ണന്റെ അനുസ്മരണം എളവള്ളിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, TN ലെനിൻ, TK ചന്ദ്രൻ, KP രാജു തുടങ്ങിയവർ സംസാരിച്ചു. മേത്തലപ്പാടം ശ്രീ അയ്യപ്പ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കർക്കിടകം 1 മുതൽ 7 വരെയാണ് ഔഷധക്കഞ്ഞി വിതരണം നടക്കുന്നത്. സമിതിയുടെ സ്ഥാപക സെക്രട്ടറി EN കല്യാൺ K മേത്തല ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TK സുധി, സെക്രട്ടറി MD അശോക് കുമാർ, ട്രഷറർ TK റോയ് എന്നിവർ നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന പ്രതിമാസ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, MR ആംസൺ എന്നിവർ പറഞ്ഞു. അമ്മാടത്തുള്ള പാറളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം നവീകരിച്ച നീതി മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PR വർഗീസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത അധ്യക്ഷത വഹിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം സ്മിനു മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നോർത്ത് ചാലക്കുടി 7-ാം വാർഡിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അറിയിച്ചു. വ്യക്തികളുടെ സാമ്പത്തിക സഹായത്തോടെ വാങ്ങിയ ഭൂമിയിൽ നഗരസഭ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിച്ചത്. വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, വാർഡ് കൌൺസിൽ VO പൈലപ്പൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ടശാംകടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളിന് വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ കൊടിയേറ്റി. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ CO ജിൻഡോ, ബൈജു ജോർജ്, ജെയ്സൺ പോൾ, ജോസഫ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 24-25 തീയതികളിലാണ് തിരുനാൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം യൂണിറ്റ് കൃഷിഭവനുമായി ചേർന്ന് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കുന്നംകുളം യൂണിറ്റ് സെക്രട്ടറി MA വേലായുധൻ അധ്യക്ഷത വഹിച്ചു.
കൃഷിഭവൻ ഓഫീസർ എസ് ജയൻ, ഡെന്നിസ് മങ്ങാട്, ഭവ്യ വിൽസാൽ, YS അനിൽകുമാർ, TK രവി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. തൃശൂർ ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട്. കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖം ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 2 വർഷം. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതായി ആക്ഷേപം. തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. അവഗണനയിൽ നിന്നും മോചനം ഇല്ലാതെ ചേറ്റുവ പാലം. പാലത്തിലെ കുഴികൾ മൂലം വാഹനാപകടങ്ങൾ തുടർക്കഥ. അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. അടിപ്പാത നിർമ്മാണം ഇഴയുന്നു. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സർവീസ് റോഡിലെ കുഴികൾ നികത്താത്തതിനെതിരെ പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.